ഈ അടുത്ത കാലത്ത് മോൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് അത് ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ രൂപവൽക്കരിച്ച സ്നേഹം പദ്ധതിയെക്കുറിച്ചാണ്. ഒരാഴ്ചയിൽ ഓരോ ദിവസവും ഓരോ വാരമായി ആചരിക്കുന്നതിനെ പറ്റിയാണ്. ശാസനയില്ലാവാരം, പ്രശംസാവാരം, കൃതജ്ഞതാവാരം, ക്ഷമാപണവാരം, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, പരിഗണിക്കുക വാരം, ഡിജിറ്റൽ ഉപവാസവാരം. അതിൽ പ്രശംസാവാരത്തിനെക്കുറിച്ചുള്ള മെസ്സേജാണ് അന്ന് വന്നത്. അതെനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിച്ചു മനസ്സിന്. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അത് ഷെയർ ചെയ്തത് കേട്ടോ. അതിൽ പറയുന്നത്, ചെടികൾക്ക് വളരാൻ വെള്ളവും വെളിച്ചവും വേണമല്ലേ, അതുപോലെ നമ്മുടെ കുട്ടികൾ മിടുക്കരായി വളരാനും ഉള്ളു തുറന്ന് ചിരിക്കാനും അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് പ്രശംസ. കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ടാൽ കുട്ടികളുടെ ആത്മവിശ്വാസം കുറയും. എന്നാൽ ഒരു നല്ല വാക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ ആഴ്ച ടീച്ചർ ഓരോ കുട്ടിയുടെയും ഒരു നല്ല കാര്യമെങ്കിലും പ്രത്യേകം കണ്ടെത്തി അവരെ അഭിനന്ദിക്കണമെന്നാണ് പറയുന്നത്. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെ അഭിനന്ദിക്കണം. കുട്ടികൾ തമ്മിലും അഭിനന്ദിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. നമ്മൾ ചിലപ്പോൾ PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ചില പാരൻസ് വന്ന് ടീച്ചേഴ്സിനോട് കുട്ടികളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹാസ്യം കലർന്ന കുറ്റപ്പെടുത്തലുകളോടെ പറയുന്നതും ചിരിക്കുന്നതുമൊക്കെ. അപ്പോൾ ആ മക്കളുടെ മുഖത്തോട്ടൊന്ന് നോക്കൂ, അവർക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമായിരിക്കും. അതിപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരെയും അരോചകപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ചെറിയ ചെറിയ കുറവുകൾ പോലും നിരത്തി കളിയാക്കുന്നത്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അതൊരു തമാശയായിരിക്കാം. പക്ഷേ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്കത് ഒരു അപകർഷതാബോധമായി മനസ്സിൽ കയറിക്കൂടും. അത് മറ്റു പല കാര്യങ്ങളിലും നമ്മൾ അറിയാതെ തന്നെ ബാധിക്കും എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. കുട്ടികളിൽ അവർ വളരുന്നതോടൊപ്പം തന്നെ ഈ അപകർഷതാബോധവും വളരും. കുറ്റപ്പെടുത്തലുകൾ അല്ല, തിരുത്തലുകളാണ് വേണ്ടത്. അത് അവരോട് സ്വകാര്യമായി പറഞ്ഞ് മനസ്സിലാക്കുക. വാക്കുകൾക്ക് വളർത്താനും തളർത്താനുമുള്ള കഴിവുണ്ട്. അത് എല്ലാവരെയും വളർത്താനുള്ളതാകട്ടെ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്നതാകട്ടെ.